ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറച്ചധികം നാളായി നമ്മളിപ്പോൾ ലോങ് വീഡിയോ ചെയ്തിട്ട് തീരെ സമയം കിട്ടുന്നില്ല. നൈറ്റും പനിയൊക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് എനിക്ക് ഈവനിങ് അപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ പെട്ടെന്നൊരു ഡ്രോയിങ് ചെയ്തു. എന്നാൽ പിന്നെ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഡ്രോയിങ് എന്ന് പറയുന്നത് പവർഫുൾ ഹാൻഡ് വിത്ത് ബൈബിൾ എന്നുള്ളൊരു തീമാണ്. പവർഫുള്ളായിട്ടുള്ളൊരു ഹാൻഡിൽ ബൈബിൾ പിടിച്ച് നിൽക്കുന്നൊരു തീമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നല്ലൊരു ഡ്രോയിങ് ആണ്. അവസാനം ഫൈനൽ റിസൾട്ട് നിങ്ങളാരും കാണാതെ പോകരുത്. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർ നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനി മുന്നോട്ട് പോകുമ്പോഴും ഉണ്ടാവണം. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ചിത്രം ഒരു സാധാരണ ചിത്രം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ സന്ദേശം നൽകുന്നു. കൈകൾ എന്നത് കരുതലിനെയും സംരക്ഷണത്തിനെയും പ്രതിനിധീകരിക്കുന്നു. ബൈബിൾ എന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഈ ചിത്രം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നൽകണം എന്നതാണ്. ജീവിതത്തിൽ പലപ്പോഴും നാം നിരാശയിലാകും. പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും വരാം. അത്തരം സമയങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നതും പ്രത്യാശ നൽകുന്നതും വചനം മാത്രമാണ്. ബൈബിൾ വായിക്കുന്നത് അറിവ് നേടാൻ മാത്രമല്ല, ജീവിതത്തെ ശരിയായ വഴിയിലൂടെ നയിക്കാനുമാണ്. ഓരോ ദിവസവും കുറച്ച് സമയം ദൈവവചനം വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ചിത്രത്തിലെ കൈകൾ നമ്മോട് മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനം നാം ആദരവോടെയും സ്നേഹത്തോടെയും കൈകാര്യം ചെയ്യണം. അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും വേണം. എൻ്റെ ഈ ചിത്രത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ്. അതിനെ മുറുകെ പിടിച്ചാൽ നാം ഒരിക്കലും വഴിതെറ്റുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പല വസ്തുക്കളും വിലപ്പെട്ടതാണ്. പണവും വീടും ജോലിയും ബന്ധങ്ങളും എല്ലാം ആവശ്യമാണ്. എന്നാൽ ഇവയെല്ലാം നഷ്ടപ്പെട്ടാലും വീണ്ടും നേടാൻ കഴിയും. എന്നാൽ ദൈവവചനത്തിൽ നിന്ന് അകന്നു പോയാൽ ജീവിതത്തിൽ യഥാർത്ഥ ലക്ഷ്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയാകേണ്ടത്. ബൈബിൾ ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇന്നും അത് മനുഷ്യരുടെ ഹൃദയങ്ങളെ മാറ്റുന്നു, തകർന്ന ജീവിതങ്ങളെ പുനഃസ്ഥാപിക്കുന്നു, നിരാശയുള്ളവർക്ക് പ്രത്യാശ നൽകുന്നു, പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. ഈ ചിത്രത്തിലെ കൈകൾ നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. നാം ദൈവവചനത്തെ ആദരവോടെ കൈകളിൽ പിടിക്കുന്നത് പോലെ ഹൃദയത്തിലും സൂക്ഷിക്കണം. ബൈബിൾ വീട്ടിലെ അലമാരിയിൽ വെച്ചിരിക്കുന്ന ഒരു പുസ്തകമായി മാത്രം മാറരുത്. അത് ദിവസവും തുറന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ജീവിതത്തിൽ പ്രവർത്തനമാക്കുകയും വേണം. ഒരു വീടിന് ശക്തമായ അടിത്തറ ഇല്ലെങ്കിൽ ചെറിയ കാറ്റിലും മഴയിലും അത് തകരും. അതുപോലെ ദൈവവചനത്തിൻ്റെ അടിത്തറയില്ലാത്ത ജീവിതം പരീക്ഷണങ്ങൾ വരുമ്പോൾ തളർന്നു പോകും. എന്നാൽ ദൈവവചനത്തിൽ പണിത ജീവിതം ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കും. മാതാപിതാക്കൾ കുട്ടികൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം പണമോ സ്വത്തോ അല്ല, ദൈവവചനത്തിൻ്റെ മൂല്യങ്ങളാണ്. കുട്ടികൾ ചെറുപ്പം മുതൽ ദൈവവചനം കേട്ടും പഠിച്ചും വളർന്നാൽ അവർ നല്ല സ്വഭാവവും സത്യസന്ധതയും കരുണയും ഉള്ള മനുഷ്യനായി മാറും. യുവജനങ്ങളോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ലോകം പല ആകർഷണങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടാകുന്നു. അത്തരം സമയങ്ങളിൽ ദൈവവചനമാണ് ഏറ്റവും നല്ല വഴികാട്ടി. അത് നമ്മെ ശരിയായ തീരുമാനങ്ങളിലേക്ക് നയിക്കും. ഈ ചിത്രം നമ്മെ മറ്റൊരു ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനം നമുക്ക് വേണ്ടി മാത്രം സൂക്ഷിക്കാതെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഒരു ചെറിയ പ്രോത്സാഹന വചനം പോലും ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് ദൈവസ്നേഹവും ദൈവവചനവും കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കാം. നാം എത്ര തിരക്കിലായാലും ദൈവത്തിന് സമയം കണ്ടെത്തണം. കാരണം ദൈവം നമ്മെ ഒരിക്കലും മറക്കുന്നില്ല. ഓരോ ദിവസവും നമ്മെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാം. ഇന്ന് തന്നെ നമുക്ക് ഒരു തീരുമാനം എടുക്കാം. ദിവസവും ദൈവവചനം വായിക്കാം, പ്രാർത്ഥിക്കാം, ദൈവത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ കുടുംബവും സമൂഹവും അനുഗ്രഹിക്കപ്പെടും. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ഏറ്റവും മഹത്തായ മാർഗമാണ് അവിടുത്തെ വചനം. ലോകത്തിലെ അനേകം പുസ്തകങ്ങൾ അറിവ് നൽകും, എന്നാൽ ബൈബിൾ ജീവിതം നൽകുന്നു. അനേകം പുസ്തകങ്ങൾ മനുഷ്യൻ പറയുന്നത്, എന്നാൽ ബൈബിൾ ദൈവഹൃദയത്തിൻ്റെ സന്ദേശം നമ്മിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ലോകം വളരെയേറെ പുരോഗമിച്ചിരിക്കുന്നു. ശാസ്ത്രം വളർന്നു, സാങ്കേതിക വിദ്യ വളർന്നു, ആശയവിനിമയം വളരെ എളുപ്പമായി. പക്ഷേ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സമാധാനം കുറഞ്ഞു. ഭയം, ഏകാന്തത, നിരാശ, ആശങ്ക എന്നിവ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ യഥാർത്ഥ സമാധാനവും നഷ്ടപ്പെടുന്നു. ബൈബിൾ വായിക്കുന്നത് ഒരു മതപരമായ കടമ മാത്രമല്ല, അത് ദൈവവുമായി ഒരു വ്യക്തിപരമായ സംഭാഷണമാണ്. ഓരോ വചനവും നമ്മോട് എന്തെങ്കിലും പറയുന്നുണ്ട്. ചിലപ്പോൾ അത് നമ്മെ ആശ്വസിപ്പിക്കുകയും ചിലപ്പോൾ തിരുത്തുകയും ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കുകയും ചിലപ്പോൾ പുതിയ പ്രത്യാശ നൽകുകയും ചെയ്യും. ദൈവവചനം വായിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും വേണം. മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുക, ക്ഷമിക്കുക, സത്യം പറയുക, സഹായിക്കുക, കരുണ കാണിക്കുക, ഇവയെല്ലാമാണ് ദൈവവചനം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.